ഞങ്ങള് തയ്യാറാ. ഈ ഗ്രാമം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണ്. എനിക്ക് കാണിച്ചു തരൂ, എനിക്കൊരു ബന്ധത്തെ കാണിച്ചു തരൂ. ഈ വേളിക്ക് മുന്നേ ദുർമൂർത്തികൾ സംഹാര താണ്ഡവം ആടിയേക്കാം. ആരും ഭയപ്പെടരുത്. തിന്മയകന്നു നന്മയെത്തുന്ന കാലം വിദൂരമല്ല. ഈ ഗ്രാമം സമ്പൽ സമൃദ്ധിയാൽ നിറയും. ഇത് സത്യം, സത്യം, സത്യം. ഓം ഭഗവാൻ. സമ്മതിക്കില്ല ഞാൻ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് സമ്മതിക്കില്ല. മനഃപൂർവ്വം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നു. എന്റെ മോഹങ്ങൾ നശിച്ചോട്ടെ, എന്റെ ജീവിതവും നശിച്ചോട്ടെ. പക്ഷേ നിങ്ങളെ സുഖമായി ജീവിക്കാൻ മാത്രം ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ ആരാണെന്നും ഏത് തരക്കാരനാണെന്നും ഈ കരയിൽ എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ ഈ ഗ്രാമത്തിന്റെ രക്ഷകനല്ലേ നിങ്ങൾ? എല്ലാവരും പൂജിക്കുന്ന ദൈവം, ആ വിഗ്രഹം ഞാൻ തകർക്കും. ബ്രഹ്മാനന്ദ സ്വാമിയുടെ സൽഗുണങ്ങൾ ഞാൻ വെളിച്ചത്താക്കും. എന്ത് വിഡ്ഢിത്തരങ്ങളാ നീ പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ടോ? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? വേണ്ട, ഇനിയും അഭിനയിക്കണ്ട. അല്ലെങ്കിൽ നീ ഒരു മണ്ടി പെണ്ണ, വിവേകത്തോട് ഒന്നും ചിന്തിക്കില്ല. ലക്ഷ്യമില്ലാത്ത എന്റെ ജീവിതത്തിന് ഒരു പുനർജന്മം നൽകി നിന്നെ ഞാൻ ചതിക്കുവോ? നിനക്ക് മാത്രമേ ഞാൻ ആരാണെന്ന് അറിയൂ. ചതിക്കാനും നിനക്ക് മാത്രമേ കഴിയൂ. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ മറ്റൊരു സ്ത്രീയെ തെരഞ്ഞെടുത്തത്. എന്തിനാണെന്നല്ലേ? മറ്റുള്ളവരുടെ മനസ്സിൽ സംശയത്തിന് വഴിയൊരുക്കാതിരിക്കാൻ. ഈ ഗ്രാമത്തിൽ എനിക്കൊരു സങ്കേതം നൽകി നിന്നെ ഞാൻ സ്വീകരിച്ചാൽ ആരും വിശ്വസിക്കില്ല. ചതി അവർ മുൻകൂട്ടി കാണും. നിലനിൽപ്പിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്തത്. അത് നീ മറ്റൊരർത്ഥത്തിൽ കണ്ടു അല്ലേ? എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞപ്പോ ഒരുപാട് ആഗ്രഹിച്ചു പോയി. ഞാനും ഒരു സ്ത്രീയല്ലേ? ഇനി എന്നെ ചതിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ ചതിക്കില്ല. തെരഞ്ഞെടുത്തത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും വേലി കഴിക്കുന്നത് നിന്നെയായിരിക്കും. നീ എന്റെ പെണ്ണല്ലേ? എല്ലാം നാം അറിയുന്നു. പ്രവചനങ്ങൾ ഫലിക്കുന്നു. ദുർമൂർത്തികളുടെ ശൗര്യം അവസാനിച്ചിട്ടില്ല. ശുഭകാര്യങ്ങളെ സംഹരിക്കാൻ ആർത്തിയോട് അവർ അലയുന്നു. നാഗദൈവങ്ങൾ കൽപ്പിച്ച വേളി ഉടനെ നടക്കണം. ഇല്ലെങ്കിൽ ഈ ഗ്രാമം നശിക്കും.
വിളിക്കണ്ട. വിഷമിക്കണ്ട. അനർത്ഥം ശുഭലക്ഷണത്തിന്റെ സൂചനയാണ്. സ്വാമി, എന്നെ അനുഗ്രഹിക്കണം. ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ ഈശ്വര നിശ്ചയം നിന്നെ എന്റെ വാമഭാഗമാക്കി. നമ്മളൊരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. അങ്ങേക്ക് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാനാവൂ. ആ ബാധയെ തളച്ച് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. താളിയോല മന്ത്രങ്ങൾ മടക്കി വെച്ചതാണ്. ബാധകളെ തളച്ചും ഒഴിപ്പിച്ചും കാലങ്ങൾ നീണ്ടു. ആയുസിന്റെ കണക്കിൽ ബ്രഹ്മാവിന് പോലും കൈപ്പിഴ പറ്റി. ഇനി നമുക്ക് മരിക്കണം. ഏഴുമലൈ ചാത്ത, എനിക്ക് ശക്തി പകരൂ. ഇനി ഒരു ശക്തിക്കും ഈ രക്ഷയെ മറികടക്കാൻ സാധിക്കില്ല. ചോദിക്കുന്നത് അവിവേകമാണെങ്കിൽ പൊറുക്കണം. അങ്ങയുടെ ഈ ശക്തി നേടാൻ ഞാൻ എന്ത് ചെയ്യണം? കൊള്ളാം. ഇന്ന് വരെ ആരും ചോദിക്കാത്ത ചോദ്യം. എനിക്ക് നിന്നെ ഇഷ്ടമായി, വളരെ ഇഷ്ടമായി. നീ എന്നോളം വളരണമെങ്കിൽ അടുത്ത പൗർണമിയിൽ ഏഴുമലൈ ചാത്തിന് ഒരു നരബലി നടത്തണം. പിന്നെ നീ പ്രാർത്ഥിച്ചാൽ, നീ വിളിച്ചാൽ നിന്നോടൊപ്പം ചാത്തന്റെ സാന്നിധ്യം സുനിശ്ചിതം. ധൈര്യമായിരിക്കും, നിനക്കത് സാധിക്കും. അന്ന് എന്റെ പിൻഗാമി നീയായിരിക്കും. എന്റെ എല്ലാ കർമ്മഫലങ്ങളും നീ ഏറ്റുവാങ്ങണം. അതോടെ എനിക്ക് മോക്ഷം കിട്ടും. നിന്റെ മാർഗം ഉപയോഗിച്ച് എന്റെ ലക്ഷ്യത്തെ തകർക്കാൻ ശ്രമിക്കരുത്. പ്രതീക്ഷിച്ചു, നിന്റെ വരവ് നാം പ്രതീക്ഷിച്ചു. ശ്രമിച്ചാൽ 7 തലമുറയോളം നിന്നെ ഞാൻ നരകിപ്പിക്കും. നീ എന്നെ ശാസിക്കുന്നു, നശിപ്പിക്കുന്നു. ഇല്ല, നിനക്കതിന് കഴിയില്ല.
ഒരു മന്ത്രങ്ങൾക്കും എന്നെ നശിപ്പിക്കാൻ കഴിയില്ല. എന്റെ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞാൽ സ്വയം ഉരുകി ഞാൻ മണ്ണിൽ ലയിച്ചോളാം. എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഞാൻ ഇനിയും വരും. വല്ലപേട്ട നാറി. അയ്യോ, അതല്ല വല്ലപേട്ട നാറിന്ന്. നാറി നിന്റെ അച്ഛൻ. ആ നാറിയല്ല, ഈ നാറി. ഓ നാരി എവിടെടാ കിട്ടുവോ? ഓ, എന്റെ വല്ലപേട്ട നാരിയല്ല, നാറിന്ന്. ദേ പോലീസുകാർ വന്നിരിക്കുന്നു. ഇന്നേ വരെ ഇവിടെ പോലീസുകാർ വന്നിട്ടുണ്ടോ? ഇനി ഇവിടെ നടന്ന കൊലപാതകത്തെ പറ്റി അറിഞ്ഞാണോ? ആ, അങ്ങനെയാണെങ്കിൽ ആകെ നാറും. വാ നോക്കാം, കുഴപ്പമാവോ? അവന്മാരുടെ താവളം ഇവിടെ തന്നെയാണോ? ഇതെന്താ വല്ല പറയെടുപ്പുണ്ടോ? ഇവനെ കോട്ടയത്ത് കണ്ടിട്ടുണ്ടല്ലോ. ശരിയാ, ചന്തക്ക് പോയപ്പോ. ആ പേടിച്ചോ പേടിച്ചോ. അതെന്താ കുളിര് പോരാൻ ശക്തിയില്ലേ? ഇങ്ങോട്ട് മാറിക്കടാ. കുഞ്ഞി പോടാ. ഇന്നലെ പഞ്ചാബി, മിനിഞ്ഞാന്ന് പിച്ചക്കാരൻ, ഇപ്പൊ പോലീസ്. മോന്ത കിട്ടിയാവും തരും. ഞങ്ങൾ ഒറിജിനൽ പോലീസുകാർ അനാവശ്യം പറഞ്ഞോളൂ. ഇടിച്ചില്ല. ലൈസൻസ് എടുക്കടാ. പോലീസിന്റെ ലൈസൻസ് എടുത്തോ? മര്യാദക്കല്ലെങ്കിൽ നിന്റെ അണ്ണാക്കിലെ പിരിവെട്ടിക്കും ഞാൻ. കേട്ടാ? എടാ പച്ചക്കുതിരെ. എന്താ? എന്ത്? അയ്യോ! 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 എന്നെ നിവർത്തി നിർത്ത്. ഒരു കാര്യം ചോദിക്കാനാ. ശ്ശോ. യ്യോ. ചേട്ടൻ പണ്ട് പോലീസിലായിരുന്നാ? എങ്ങനെ മനസ്സിലായി? കറക്റ്റ് പോലീസിന്റെ ഇടി. ഇടിച്ചത് മുതുവത്താണെങ്കിലും കൊണ്ടതിന്റെ കൂമ്പിലാ. ഓ, മാറിക്കട. ഇങ്ങോട്ടാ. ഈ വടിയെന്തിനാടാ പാമ്പിനെ കൊല്ലാനാ? മാറിക്കട. ചെല്ല്. ശ്വാസപ്പെടാ. അവന്റെ ഒരു വേഷം കെട്ട്. ഈ കണക്കിന് നാളെ എന്റെ വേഷം കെട്ടുമല്ല. ഇനി ഇടിക്കരുത്. ഞാൻ ഒരു നമ്പർ കാണിച്ചു തരാം. പുതിയ നമ്പർ ഓടിക്കോ, ഓടിക്കോ. ഇത് നമ്മുടെ നമ്പറാണല്ലോ. അതേലോ. ഇതിപ്പോ എല്ലാവർക്കും മനസ്സിലായി. നമ്പർ എന്നാലും തമാശ, ഈ നമ്പർ നിനക്ക് നേരത്തെ കാണിച്ചുകൂടായിരുന്നോ? സമയത്ത് ഓർമ്മ വരണ്ടേ? ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞില്ലേ? എല്ലാ തടസ്സങ്ങളും മാറി. ഇനി എന്തിനാ നമ്മുടെ കല്യാണം വൈകിക്കുന്നേ? എത്രയും പെട്ടെന്ന് നടത്തണം. അച്ഛൻ സമ്മതിക്കില്ലെന്നോ? ചുപ്പരനാണല്ലേ, അച്ഛനെ കൊണ്ട് പറഞ്ഞു സമ്മതിപ്പിക്കണം. ആർക്ക് വേണ്ടിയാ ചുപ്രൻ കല്യാണം കഴിക്കുന്നത്? അച്ഛന് വേണ്ടിയോ അത് ചുപ്രന് വേണ്ടിയോ?